എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോരുകറിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതായത് 6 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ടത്തൈരാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. ഈ കട്ടയൊന്നും ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള മോരുകറിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അതേസമയം തിക്കായിട്ടുള്ള മോരുകറിയാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ മൊത്തം ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ 3 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 1-2 എണ്ണം കൂടുതൽ എടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 7-8 ചെറിയ ഉള്ളി, പിന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് വറ്റൽമുളക് ചേർക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ 2 വറ്റൽമുളകൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കടുകും ഉലുവയും പൊട്ടിയ ശേഷമാണ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കടുകും ഉലുവയും പൊട്ടിച്ച ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ചമണം മാറി കിട്ടും. കരിഞ്ഞു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മോരുകറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ മോരുകറി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ ചൂടടിച്ചിട്ട് ചിലപ്പോൾ ഇതങ്ങ് തിളയ്ക്കും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അധികം ചേർക്കണ്ട. അധികം ചേർത്താൽ കൈപ്രസം ഉണ്ടാവും. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് കറി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചേർത്താലും മതി. ചിലപ്പം ചൂടോടുകൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ മോരുകറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.